അരുവിപ്പുറം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രകൃതിദേവി അനുഗ്രഹിച്ച സ്ഥലം എന്തുകൊണ്ടും ധന്യമാണ്, അല്ലേ? ഈ പുണ്യഭൂമിയിൽ ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചാൽ എങ്ങനെയിരിക്കും? ശിവക്ഷേത്രം? അതെ, ശിവക്ഷേത്രം തന്നെ. ജാതിമത ഭേദമില്ലാതെ ഈശ്വരവിശ്വാസികൾക്കെല്ലാം നിത്യവും പ്രാർത്ഥന നടത്താൻ ഉതകുന്ന ഒരാരാധനാലയം. ക്രമേണ ആ ജാതി വ്യത്യാസം മറക്കാൻ ഒരു ഉപാധി കൂടിയാണ്. സ്വാമി, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശിവക്ഷേത്രം സ്ഥാപിക്കുക? അതെങ്ങനെ സാധിക്കും? പ്രതിഷ്ഠ നടത്താനുള്ള അധികാരം ബ്രാഹ്മണർക്കുള്ളതല്ലേ? അന്യജാതിയിൽപ്പെട്ട ആരും തന്നെ ഇതുവരെ പ്രതിഷ്ഠ നടത്തിയിട്ടുമില്ല, അമ്പലത്തിൽ പ്രവേശിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്കും വേണമല്ലോ ഒരു ശിവൻ. ഈ ശിവരാത്രി നാളിൽ തന്നെ നമുക്ക് ആ കർമ്മം നടത്താം.
ബ്രാഹ്മണൻ ക്ഷോഭിച്ചു വരികയാണ്. ഞാൻ സ്വാമി വിവരം അറിയിക്കട്ടെ. നിങ്ങൾ എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? ചണ്ടാളനായ ഈഴവൻ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയോ? ശിവ ശിവ, നിങ്ങൾ അധർമ്മിയാണ്. പ്രായച്ചിത്തമില്ലാത്ത മഹാഭാവമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം ഗളക്ഷരം ചെയ്യേണ്ട കുറ്റമാണ് നിങ്ങൾക്ക് അറിയില്ലേ? പണ്ട് കാലമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉടലിൽ ശിരസ് കാണില്ലായിരുന്നു. മിണ്ടാട്ടമില്ലല്ലോ. കൊള്ളാം കൊള്ളാം, പഠിച്ച കള്ളൻ. എന്തായാലും പ്രതിഷ്ഠ വെച്ചവൻ തന്നെ എടുത്തു മാറ്റട്ടെ. മറ്റെന്താണ് വഴി? വരൂ, നമുക്കെടുത്തു മാറ്റാം. ഈഴവൻ തൊട്ടതിന്റെ ബ്രാഹ്മണർ എടുത്തു മാറ്റുന്നത് നിഷിദ്ധമാണെന്ന് നിങ്ങൾക്കറിയില്ലേ മനുഷ്യ? ഇയാളെ എങ്ങനെ മനുഷ്യനെന്ന് വിളിക്കും? പിശാചിന്റെ പ്രവൃത്തിയില്ലേ ചെയ്തിരിക്കുന്നത്? ശിവ ശിവ. നിങ്ങളെ ഇത്രയധികം വികാരാധീനരാക്കുവാൻ തക്കവണ്ണം ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചു കഴിഞ്ഞു. ബ്രാഹ്മണരുടെ മുഖത്ത് നോക്കി ധിക്കാരം പറയാൻ തുടങ്ങിയോ? നിങ്ങളാരും ഇങ്ങനെ ശോഭിക്കേണ്ടതില്ല. നാം ഇവിടെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്, നിങ്ങളുടെ ശിവനെയല്ല. ശിവനുണ്ടോ? ഞങ്ങൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ദൈവം കോപിക്കില്ല. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം പ്രാവർത്തികമാക്കുക മാത്രമാണ് ഈ പ്രതിഷ്ഠയുടെ ലക്ഷ്യം. ജാതിമതഭേദ ചിന്തകൾക്കതീതമായി മനുഷ്യരെല്ലാം ഒരേ ദൈവത്തിന്റെ സന്തതികളാണെന്ന വിശ്വാസം അരക്കെട്ടുറപ്പിക്കാൻ ഉതകുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഈ കൊച്ചാശ്രമം വളരട്ടെ. ഉണർന്നു പിറന്നവർക്കെല്ലാം ഇവിടെ ഈശ്വരാരാധനയിൽ ഏർപ്പെടാം. അവരുടെ ഒരു ഈഴവ ശിവൻ. ശിവ 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 ശിവ. ആരാണ് പ്രധാന ഗ്രഹനാഥൻ? കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല. നാം ഇതേപ്പറ്റി പലപ്പോഴും ജനങ്ങളെ അറിയിച്ചിട്ടും ഇതേവരെ നിങ്ങളാരും അത് വേണ്ട പോലെ കേൾക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ കെട്ടുകല്യാണം കൂടാതെ കഴിയണം. സ്വാമി എങ്ങനെ കൽപ്പിക്കുന്നു അങ്ങനെ. മേലിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കെട്ടുകല്യാണം നടത്തുകയില്ല. അതുപോരാ, അനാവശ്യമെന്ന് മനസ്സിലായാൽ എന്തുകൊണ്ട് ഈ കെട്ടുകല്യാണം തന്നെ നിങ്ങൾക്ക് മുടക്കിക്കൂടാ? അനാവശ്യമായ ഈ കെട്ടുകല്യാണം മുടക്കിയതുകൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. സ്വാമി, കുട്ടികളുടെ കാരണവന്മാർക്കും ജനങ്ങൾക്കും പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് സമ്മതമായിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് സമ്മതം തന്നെയോ? അതറിയട്ടെ. അവരുടെയൊക്കെ സമ്മതം നാം ചോദിച്ചോളാം. സ്വാമി കൽപ്പിക്കുന്ന പോലെ കേൾക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പൂർണ്ണ സമ്മതം തന്നെയല്ലേ? എന്നാൽ മതി. നാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കെട്ടുകല്യാണം അശാസ്ത്രീയവും അനാവശ്യവുമാണ്. അതുകൊണ്ട് കെട്ടുകല്യാണം നാം മുടക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സ്വജനങ്ങളിൽ ആരും തന്നെ അനാവശ്യമായ അടിയന്തരം മേൽ നടത്തരുതെന്നും നാം ഉറപ്പായി ആജ്ഞാപിക്കുന്നു.